ശ്രീ രവിശങ്കർ, മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന മുദ്രാവാക്യത്തിൻ്റെ സ്വിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഓഫ് ചെയ്യേണ്ടി വരുമല്ലോ ശ്രീ രവിശങ്കർ, ഇങ്ങനെ പോവുകയാണെങ്കിൽ? സാറേ, ആദ്യം സംസാരിച്ചത് എനിക്ക് കേൾക്കാൻ കഴിയുമായിരുന്നില്ല സാർ. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. ഞാനിപ്പോൾ സംസാരിച്ച ആ സാറ് സംസാരിച്ചതിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങൾ മാത്രമാണ് കേട്ടത്. കൈമുത്തി കൊണ്ട് വലിയ പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഭാഗത്ത് മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു, അതുകൊണ്ട് ഫലമില്ല എന്ന് മനസ്സിലായി. പിന്നെ ഹിന്ദുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടി പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം വിളിക്കുന്നു, അതുകൊണ്ട് കാര്യം ഉണ്ടായില്ല. വീണെടുത്തുനിന്ന് ഒന്ന് നടു നിവർത്തിയപ്പോഴാണ് ശബരിമല കൊള്ള, സ്വർണ്ണക്കൊള്ള വരുന്നത്. അതോടുകൂടി അത് പോയി. ഇപ്പോൾ ഇതാ അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ ക്രൈസ്തവരെ ഇടതുമുന്നണിയിലേക്ക് അടുപ്പിക്കാനാവുമോ? അതിൻ്റെ ഭാഗമായിട്ട് പോപ്പിനെ സന്ദർശിക്കാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഉയർത്തുന്നൊരു മുദ്രാവാക്യമുണ്ടല്ലോ, മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്ന ആ മുദ്രാവാക്യത്തിൻ്റെ സ്വിച്ച് തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഓഫ് ചെയ്യേണ്ടി വരുമല്ലോ എന്നാണ് എൻ്റെ ചോദ്യം. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴല്ല, എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ ആ മുദ്രാവാക്യത്തിൽ തന്നെ നിൽക്കുന്നവരാണ്. അതിന് പറയുന്നതിന് മുമ്പ് മാർച്ച് മാസം 4-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട മാർപ്പാപ്പയെ കൈ കൊടുക്കാൻ ഇന്ത്യയിൽ 16 ആളുകൾക്കാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. ആ 16 ആളുകളിൽ ഒരാളാണ് സഖാവ് പിണറായി വിജയൻ. സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ തലവനും ഒരു സഭയുടെ തലവനുമായ മാർപ്പാപ്പ ഇന്ത്യയിൽ വരുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ഒരുപാട് ആളുകളുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കൈയൊന്ന് മുത്താൻ ലോകത്ത് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം അദ്ദേഹം ഒരു സഭയുടെ നേതാവാണ്, ഒരു ആത്മീയ നേതാവാണ്. അദ്ദേഹം ഒരു മതത്തിൻ്റെ, ലോകത്തിലെ ഏറ്റവും വലിയ മതത്തിൻ്റെ അധ്യക്ഷന്മാരിൽ ഒരാളാണ്. കത്തോലിക്ക സഭയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ ഒന്ന് കാണാൻ, അദ്ദേഹത്തിൻ്റെ കൈയൊന്ന് മുത്താൻ ഒരുപാട് വിശ്വാസികളും ഒക്കെ രാജ്യ തലവന്മാരും ഒക്കെ ശ്രമിക്കുന്നുണ്ടാവാം. അവിടെ സഖാവ് പിണറായിയെ പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അനുമതി കൊടുക്കണമെങ്കിൽ വത്തിക്കാനിൽ നിന്ന് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവണം. ഇന്ത്യയിൽ ക്രൈസ്തവ സംരക്ഷണമുള്ള, ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുന്ന, അവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഏറ്റവും കുറവുള്ള ഒരു സംസ്ഥാനമാണ് കേരളമെന്നും ഇവർക്ക് സ്വതന്ത്രമായി കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നു. മണിപ്പൂരല്ല കേരളം. ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് നിർഭയമായി അവരുടെ സഭാവിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഇടം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് കേരളമാണ്. അവിടുത്തെ മുഖ്യമന്ത്രിക്ക് കൈ കൊടുക്കണമെന്ന് മാർപ്പാപ്പ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം ചെറുതൊന്നുമല്ല സർ. അതാണ് ഞങ്ങൾ കാണുന്നത്. അവിടെ 16 ആളുകളിൽ ഒരാളായി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ മാർപ്പാപ്പ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ നിശ്ചയത്തിൻ്റെ പുറകിൽ ആ മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ ആ പ്രതിഫലനം കൂടിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മാർപ്പാപ്പയെ സഖാവ് പിണറായി വിജയൻ കാണുന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് കാണുന്നില്ല. സഖാവ് പിണറായി വിജയൻ മാർപ്പാപ്പയെ കണ്ടാൽ കേരളത്തിലെ ക്രൈസ്തവരുടെ വോട്ടെല്ലാം അരിവാളും ചുറ്റുകയും നക്ഷത്രത്തിൽ വീഴുമെന്ന അഭിപ്രായമൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമില്ല. ഒരു ആത്മീയ നേതാവിനെ കാണുന്നതിന് അനുമതി ചോദിച്ചു എന്നത് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ മുമ്പും സഖാവ് ഇ കെ നായനാർ മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തു. കേരളത്തിലെ ക്രൈസ്തവരുടെ വിഭാഗത്തിൽപ്പെട്ട വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഇടതുപക്ഷത്തിന് കിട്ടുന്നത്. അതല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുകളും ചേരുമ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുന്നത്. സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും മതിപ്പുള്ള, ഏറ്റവും വിശ്വാസമുള്ള ഒരു സംഘടനയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, വിശിഷ്യ CPIM. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഞാൻ രാജ്യത്തെ വലിയ പാർട്ടിയാണെന്നല്ല പറഞ്ഞത്. അതിനർത്ഥം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ വിശ്വസിക്കുന്ന, കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഒരു ഭാഗം വിശ്വസിക്കുന്ന പാർട്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഭരിക്കുന്ന സംസ്ഥാനത്തെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ കേരള മുഖ്യമന്ത്രി എന്തിനാണ് യോഗി ആദിത്യനാഥിനെ കാണാഞ്ഞത്? യോഗി ആദിത്യനാഥ് അങ്ങനെ അനുമതി ചോദിക്കാൻ എന്താണ്? അപ്പൊ അവിടെ അതും ആലോചിക്കണ്ടേ? ഇവിടെ മണിപ്പൂരല്ല കേരളം. സ്ത്രീകളെ നടത്തി ക്രൂരമായി ബലാത്സംഗം ചെയ്യുമ്പോൾ ഇദ്ദേഹം പറയുന്നത് കേട്ടാ തോന്നുന്നു അങ്ങോട്ട് വിളിക്കാണി ചെന്ന് കാണാൻ അനുവാദം ചോദിച്ച താങ്കൾ വിഡ്ഢിത്തം ഞാനങ്ങനെ പറഞ്ഞോ?
അങ്ങനെയാണ് താങ്കൾ പറഞ്ഞു. പറഞ്ഞത്. ഈ അല്ലേ? പിണറായി വിജയൻ താങ്കളൊന്ന് വത്തിക്കാനിലേക്ക് വരൂ, എന്റെ കൈ വിട്ടു എന്ന് പോപ്പ് പറഞ്ഞതുപോലെയാണ് രവിശങ്കർ അവതരിപ്പിക്കുന്നത്. അങ്ങൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കൂ. ഞാനങ്ങനെ പറഞ്ഞോ? ഞാനങ്ങനെ പറഞ്ഞില്ല. താങ്കൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വെച്ചത് അത് തന്നെയാണ്. താങ്കൾ ഒന്നുകിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. അല്ല രവിശങ്കർ, ഒന്നുകിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. ഒറ്റ ചോദ്യം. നമ്പേ സാർ ഒരു നിമിഷം. ഞാൻ ആ മനുഷ്യന്റെ ആ മഹാവ്യക്തിയുടെ ചർച്ചയിൽ ഞാൻ ഇടപെട്ടില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. എന്റെ സംസാരിക്കില്ല. എന്തെങ്കിലും സംസാരിക്കാം. ഇവിടെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ അത് താങ്കളുടെ വിട്ടുത്തരവാ. താങ്കളാണ് വിട്ടുത്തരം പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ പറഞ്ഞിട്ടില്ല. സഖാവ് പിണറായി മാർപ്പാപ്പ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, അവതരിപ്പിച്ചു വന്നപ്പോ കേൾക്കുന്നവർക്ക് അങ്ങനെയാണ് തോന്നിയത്. താങ്കൾ അവതരിപ്പിച്ചു വന്നപ്പോ കേൾക്കുന്നവർക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇന്ത്യയിൽ 28 മുഖ്യമന്ത്രിമാരുണ്ട്. ഇന്ത്യയിൽ 28 മുഖ്യമന്ത്രിമാരുണ്ട്. കേന്ദ്രമന്ത്രിമാരുണ്ട്. ധാരാളം സഭാ നേതാക്കളുണ്ട്. മറ്റു സഭകളുടെ നേതാക്കളുണ്ട്. ഹിന്ദു സഭാ നേതാക്കളുണ്ട്. ഇവരിലെല്ലാം ആകെ 16 ആളുകളെ മാത്രമാണ് അദ്ദേഹം കൈ കൊടുക്കാൻ ക്ഷണിച്ചിട്ടുള്ളത്. പിണറായിക്കാണ് ആ നറുക്ക് വീണത്. നിങ്ങൾ യോഗി ആദിത്യനാഥിനെയും നിങ്ങളുടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയെയും നിങ്ങളുടെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയെയും എന്തുകൊണ്ട് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയും എന്തുകൊണ്ട് മാർപ്പാപ്പ കണ്ടില്ല എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. അവരൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ എന്നേ കാണാൻ പറ്റിയേനെ. ശ്രീ രവിശങ്കർ, ക്രിസ്തുമസ് കരോളിന് നേരെയുള്ള ആക്രമണങ്ങൾ, ആക്രമണങ്ങൾ, മധ്യപ്രദേശിലെ ആക്രമണങ്ങൾ അടക്കമുള്ള പോപ്പ് ഇതിന്റെയൊക്കെ കണക്കെടുത്ത് വെച്ചിരിക്കുകയല്ലേ? ജയ് ഹനുമാൻ വിളിക്കുന്ന വസ്ത്രം കാണിക്കുന്ന ആര് എന്ന് മാർപ്പാപ്പയ്ക്കെന്നല്ല ലോകത്തിലെ എല്ലാ ക്രൈസ്തവ സഭാ വിശ്വാസികൾക്കും അറിയാം. ആരാണിത് കാണിക്കുന്നത്? ജയ് ഹനുമാൻ എന്ന് പള്ളിക്കുള്ളിൽ കയറി വിളിക്കുന്നവർ, പള്ളിയുടെ കുരിശിന്മേൽ കൊടി കെട്ടി വെക്കുന്നവർ, അതോടൊപ്പം മണിപ്പൂരിലടക്കമുള്ളവിടുത്തെ അവരെ ബലാത്സംഗം ചെയ്യുന്നവർ, അവർക്കെതിരെ ആയിരക്കണക്കിന് ആക്രമണം അഴിച്ചുവിട്ടവർ ആരാണ് എന്നുള്ളത് കൃത്യമായി അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഒരു BJP മുഖ്യമന്ത്രി, അതുകൊണ്ടാണ് പോപ്പ് ഇതൊന്നും നടക്കാത്ത ക്രൈസ്തവ സമൂഹത്തിന് നേരെ അതിക്രമങ്ങളൊന്നും ഇല്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി